ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഷോപ്പിങ്ങിൻ്റെ വ്ളോഗാണ് കേട്ടോ. കാരണം മിലുവിനെ നമ്മുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം പ്ലേ ഹൗസിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച മുതൽ, അതായത് 10-ാം തീയതി മുതൽ മിലുവിന് സ്കൂളിൽ പോയി തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ നമ്മൾ ആദ്യം വന്ന രാമചന്ദ്രനില്ല, പക്ഷേ ഒരു സാധനവും ഇല്ലായിരുന്നു. അവസാനം നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത ശേഷം നോമ്പൊക്കെ മുറിച്ചിട്ട് നമ്മൾ ലുലുവിലേക്ക് പോയി. അക്കുവിൻ്റെ ഇത്തായും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കായ കണ്ട ഉടനെ മോള് നൈസിന് ഇക്കായം സെറ്റ് ചെയ്ത് മിനിസോയിൽ പോയി. അവിടെ ചെന്നിട്ട് എല്ലാ ടോയ്സും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നൈസിന് അവളെ സെറ്റ് ചെയ്ത് തിരിച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഇത് R&Bയിലെ കളക്ഷൻസ് ആണ് കേട്ടോ. അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ഇപ്രാവശ്യം ചെന്നപ്പോൾ. ഈ റീസെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷമായിട്ട് ഞാൻ മിലുവിന് ഡ്രസ്സ് എടുക്കുന്നതൊക്കെ മിക്കതും R&B ആണ് കേട്ടോ. നല്ല മെറ്റീരിയലുമാണ്, അതുപോലെ നല്ല വെറൈറ്റി കളക്ഷനും ഉണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ അവൾക്ക് എടുത്ത ശേഷം നമ്മളിനി കുറച്ച് വീട്ടു സാധനം മേടിക്കാനുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം റീഫിൽ ചെയ്യാമെന്ന് വെച്ചിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ. പൊതുവേ നല്ല തിരക്കാണ്. പക്ഷേ ഇപ്രാവശ്യം ലുലുവിൻ്റെ ഓഫർ ഉള്ളതിനാലാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ പോയത് ഒരു സാറ്റർഡേയും കൂടെയാണ്. നല്ല തിരക്കായിരുന്നു. ഇത് അറൗണ്ട് 11 o'clock ആയിട്ടുള്ള തിരക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പഞ്ചസാരയും ഡിറ്റർജൻറ്റും അതുപോലെ മിലുവിന് കുറച്ച് സ്നാക്സൊക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ച് എടുത്ത ശേഷം ഇനി ലഞ്ച് ബോക്സ് തപ്പിയുള്ള യാത്രയാണ്. 2 സ്നാക്ക് ബോക്സും 1 ലഞ്ച് ബോക്സും വേണം മിലുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ രാമചന്ദ്രനിൽ നോക്കിയപ്പോൾ ലഞ്ച് ബോക്സ് എല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റേ ഇന്നർ സൈഡിൽ സ്റ്റീൽ വരുന്നതാണ്. അവസാനം അതെനിക്ക് ലുലുവിൽ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റി. തമ്മിൽ ഭേദം തൊമ്മനെന്നുള്ള രീതിയിൽ ആ ഗ്രീനും മസ്റ്റേർഡ് യെല്ലോയും വരുന്ന ഒരു കോമ്പിനേഷനും എടുത്ത് നമ്മൾ പെട്ടെന്ന് ബില്ലടിക്കാൻ പോയി. അപ്പോഴേക്കും അവിടെ എല്ലാം കൗണ്ടർ തിരക്കായിരുന്നു. അപ്പോൾ എടുത്തതിൽ നിന്ന് കുറച്ച് സാധനം മാറ്റി വെച്ച ശേഷം ബിലോ 10ൻ്റെ കൗണ്ടറിലേക്ക് പോയി പെട്ടെന്ന് ബില്ലടിച്ചു. കാരണം ഇന്ന് നേരത്തെ കിടന്നാൽ നാളെ നോമ്പ് പിടിക്കാൻ എണീക്കാനുള്ളതാണ്. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ മിലുവിനെ ഞാൻ പർച്ചേസ് ചെയ്തത്. എനിക്ക് കുട്ടികളുടെ ഡ്രസ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് ഗേൾസിൻ്റെ. ഇടയ്ക്ക് 2-3 വട്ടം ഞാൻ കാറിൽ വെച്ച് തന്നെ ഞാനും മിലുവും നോക്കി. എൻ്റെ സെയിം വൈബാണ് കേട്ടോ മിലുവും ഞാനും കാറിൽ വെച്ച് 2-3 വട്ടം നോക്കിയായിരുന്നു. അങ്ങനെ ഇതാണ് മിലുവിന് ഞാൻ മേടിച്ച ടീഷർട്ട്സ്. കുറച്ച് കൂടുതൽ പാൻറ്റ്സ് എടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് പോയത്. മിലുവിന് ടീഷർട്ട് കുറേ ഉണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതെല്ലാം മറന്നു. ലേറ്റായിട്ടാണ് കയറി കേട്ടാ. അപ്പം മൊത്തം ടെൻഷനായിരുന്നു. കൈ കിട്ടിയതൊക്കെ എടുത്തു. അങ്ങനെ മിലു ആയിരുന്നു മൊത്തത്തിൽ പർച്ചേസിങ് ഇപ്രാവശ്യം. മിലുവിൻ്റെ കയ്യെത്തുന്ന പൊക്കത്തിലുണ്ടായിരുന്ന എല്ലാം മിലു എടുത്ത്. ഇതും മിലു സെലക്ട് ചെയ്ത ഹെയർ ബാൻഡാണ് കേട്ടോ. അങ്ങനെ ആകെ 2 പാൻസേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ഫ്രോക്സൊക്കെ എടുത്തായിരുന്നു. നല്ല ഓഫർ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 ഫ്രോക്കും കുറച്ച് ടീഷർട്ടും എല്ലാം എടുത്ത് ഇപ്രാവശ്യം മിലുവിന് ഡ്രസ്സ് മേടിച്ചു കൊടുത്ത മിലുവിൻ്റെ പൊന്നുമ്മയാണ് കേട്ടോ. പൊന്നുമ്മി എന്ന് പറയുന്ന അക്കുവിൻ്റെ സിസ്റ്ററാണ്. അങ്ങനെ ഈ ബോട്ടിൽ ഞാൻ മിലുവിന് രാമേന്ദ്രനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ലഞ്ച് ബാഗും ഈ ലഞ്ച് ബോക്സും ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ലഞ്ച് ബോക്സാണ് കേട്ടോ. ഇത് മിലുവിൻ്റെ സ്നാക്ക് ബോക്സാണ്. ഈ ബോട്ടിൽ നമ്മളിതിന് മുന്നേ ഒരു വട്ടം മേടിച്ചതാണ്. ഇതാണ് മിലുവിൻ്റെ പ്രാവശ്യത്തെ ബാഗ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.